ഹലോ ഗൈസ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബീഫ് കറിയാണ് കേട്ടോ. എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, വലിയ ഉള്ളി, 3 ചെറിയ തക്കാളി, 5 പച്ചമുളക്, അതെല്ലാം വെട്ടി ചെറുതാക്കി വെട്ടിയിട്ട് റെഡിയാക്കുക. 1/2 കിലോ ബീഫാണ് വാങ്ങിയിട്ടുള്ളത്. 1/2 കിലോ ബീഫ് കുറച്ച് മൂപ്പുള്ള ബീഫാണ്. എല്ലാം കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട്, അങ്ങനെ കുക്കറിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച എല്ലാ പച്ചക്കറികളും, ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി എല്ലാം ഇട്ട് റെഡിയാക്കി വെക്കുക. അതിന് ശേഷം ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്കൊരു മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ മട്ടൻ മസാലയാണ് ഉപയോഗിക്കുന്നത്. ബീഫാണ്, ബീഫ് മസാല അല്ല, അതുകൊണ്ട് മട്ടൻ മസാല ഉപയോഗിക്കുന്നത്. ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ് മട്ടൻ മസാല. പിന്നെ ചെറിയ തീയിൽ ആ മസാലപ്പൊടികളൊന്ന് വറുത്തെടുക്കണം. ഓവർ കുക്കല്ല, മീഡിയം ചൂടിൽ പച്ചമണം പോകുന്നവർക്ക് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. നല്ല മിക്സാക്കി ചെറിയ തീയിൽ ഇങ്ങനെ വറുത്തെടുത്ത് പിന്നെ നമ്മൾ കുക്കറിലിടുക. ആ മസാലപ്പൊടിയെല്ലാം കുക്കറിലിട്ടിട്ട് ഒരു ഗ്രാമ്പു, പട്ട, ചെറിയ പീസ് പട്ട ഇടുക. വലിയ ജീരകം, കുറച്ച് വലിയ ജീരകം, അതുപോലെ കുറച്ച് ഉലുവ അത് ഇട്ട് 3-4 ടേബിൾ സ്പൂണ് ഓയിലും, 3 സ്പൂൺ വെച്ചാൽ 1/2 കിലോ ഉണ്ടോ, 3 സ്പൂൺ ഓയിൽ എല്ലാം കൂടി നല്ലോണം മിക്സാക്കി ഉപ്പ് ഇട്ട് മിക്സാക്കുക. കുറച്ച് വെള്ളം ഒഴിക്കട്ടോ, കുറേശ്ശെ, കൂടുതൽ വേണ്ട. മസാല ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയില്ല വെള്ളം ഇട്ട് ഉപ്പ് ഇട്ട് എല്ലാം മിക്സ് ആക്കിയിട്ട് ഒരു 6 വിസിലടിക്കണം. 6 വിസിലടിക്കുക. അതിന് ശേഷം ഒരു 6 വിസിലിട്ടോ മിനിമം. ബീഫിനനുസരിച്ച് വിസിൽ മാറും. എനിക്കുള്ള ബീഫിന് 6 വിസിൽ കാണുന്നു. ഇനി ഒരു ചട്ടി എടുക്കുക, അതിലേക്ക് ലേശം ഓയിൽ ഒഴിക്കുക. ആ ഓയിൽ ചെറിയ ഉള്ളി അരിഞ്ഞത്, 4-5 ചെറിയ ഉള്ളി അരിഞ്ഞ് അതൊന്ന് മൂപ്പിക്കുക. ആ മൂത്ത് വരുമ്പോൾ 2-3 കരിവേപ്പില ഇടുക. തനി നാടൻ പരിപാടി കേട്ടോ. കരിവേപ്പില ഇടുക, അത് മിക്സ് ആക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി ഇടുക. അതൊന്നുകൊണ്ട് വഴറ്റി വരുമ്പോൾ നമ്മൾ ആ ബീഫ് ഒഴിക്കുക. നമ്മൾ അടിപൊളി ബീഫ് റെഡി കേട്ടോ. പൊറോട്ടയും കൂട്ടി ഒറ്റ കഴി കഴിച്ചിട്ടുണ്ടല്ലോ മോനെ, പൊള്ളി സാധനം അത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് എഴുതൂ. ഓക്കെ, ഇതാണ് നമ്മളെ ബീഫ് കറി. അധികം റിസ്ക് ഒന്നുമില്ല, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ പരിപാടിയാണ്. കുറച്ച് കുരുമുളക് പൊടി, മല്ലിയില ഇട്ട് ഒന്ന് അടച്ച് വെക്കുക. അതിന് ശേഷം പൊറോട്ടയ്ക്ക് അല്ലെങ്കിൽ ചോറിനൊക്കെ അടിപൊളിയാവും കേട്ടോ.
ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റമുണ്ടെങ്കിൽ കമൻറ്റും ചെയ്യുക, മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ